കൊലോസ്യർ 4:6. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്കെപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. മനുഷ്യർ വളരെ വേഗത്തിൽ തെറ്റിപ്പോകുവാൻ ഇടയുള്ളത് വാക്കിലാണ്. നാം എത്ര തന്നെ നിയന്ത്രിച്ചാലും ചിലപ്പോഴൊക്കെയെങ്കിലും നാം വാക്കുകളാൽ കുടുങ്ങിപ്പോകാറുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് നാം മറ്റുള്ളവരോട് എങ്ങനെ ഉത്തരം പറയണമെന്നറിയേണ്ടതിന് നമ്മുടെ വാക്കുകൾ എപ്പോഴും നാം സൂക്ഷിക്കണം എന്നാണ്. അത് കൃപയോട് കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം എന്നാണ്. കർത്താവിൻ്റെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതായിരുന്നു. ആരെയും വേദനിപ്പിക്കാതെ ആരെയും മുറിപ്പെടുത്താത്തതുമായിരുന്നു. ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിനെതിരായി നിന്നവർക്കും പ്രവർത്തിച്ചവർക്കുമൊക്കെയാണ്. അവർക്ക് കൃപയും ഉപ്പും രുചിയും ഒന്നും അറിയാത്തവരും യേശു കർത്താവിനെ പിടിക്കുവാൻ കാത്തു നടന്നവരും ഒക്കെയായിരുന്നു. കൃപയോട് കൂടിയ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും വിശ്വാസവും ഉറപ്പുമൊക്കെ നൽകുന്നവയായിരിക്കും. നമുക്ക് പലരോടും പല സാഹചര്യത്തിലും സംസാരിക്കേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മുടെ വാക്കുകൾ ക്രമപ്പെട്ടിരിക്കുവാനുള്ള പരിശീലനമായിട്ട് നാം എപ്പോഴും നല്ല വാക്കുകൾ മാത്രം ഉപയോഗിച്ച് പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ വാക്കുകൾ മുഖാന്തരം ആരും തകർക്കപ്പെടരുത്, തളർത്തപ്പെടരുത്, എന്നാൽ പണിയപ്പെടണം. 1 പത്രോസ് 3:15 നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ സൗമ്യവും ദൈവഭയമുള്ളതും ആയിരിക്കും. മർക്കോസ് 9:50 ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പീനെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. നാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കുന്ന വാക്കുകൾ കാരമില്ലാത്ത ഉപ്പ് പോലെയാണ്, പ്രയോജനരഹിതം. ഉപ്പ് ഭക്ഷണത്തിന് രുചി വരുത്തുന്നത് പോലെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരിൽ രുചി വരുത്തുന്നത് ആയിത്തീരട്ടെ. ആരോട് എവിടെ വെച്ച് എങ്ങനെ പലതിനും ഉത്തരം പറയേണ്ടി വരും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കട്ടെ. അതിനായി നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളെ ശ്രദ്ധയോടെ വാക്കുകൾ ഉപയോഗിക്കുവാൻ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.